നമസ്കാരം. IAS, IPS ഉദ്യോഗസ്ഥർ തമ്മിൽ വീണ്ടും ഒരു യുദ്ധം മുറുകുകയാണ്. ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനോട് ചീഫ് സെക്രട്ടറി താക്കീത് നൽകിയിരിക്കുകയാണ്. MR അജിത് കുമാർ IPS സിംഗപ്പൂരിൽ യാത്ര നടത്തുന്നതിനായി DGPയുടെ അനുവാദം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്നും സർക്കാരിന്റെ അനുവാദം വാങ്ങിയില്ല എന്ന് ചീഫ് സെക്രട്ടറി വി വേണു പറഞ്ഞു. ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കരുതെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ADGP MR അജിത് കുമാറിനോട് മുന്നറിയിപ്പ് നൽകിയെന്നാണ് പുറത്തുവരുന്ന വാർത്തകളും റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങിയാണ് യാത്ര ചെയ്തതെന്നും പകരം ചുമതല മറ്റൊരു ഉദ്യോഗസ്ഥന് നൽകിയതായും എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടാണ് അവധി എടുത്തതെന്ന് ADGP MR അജിത് കുമാർ തിരിച്ച് വേണുവിന് ഒരു മറുപടി നൽകി. അതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അജിത് കുമാർ സിംഗപ്പൂരിൽ സന്ദർശനം നടത്താൻ തീരുമാനിച്ച സമയം കേരളത്തിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ തീരുമാനങ്ങളും എടുക്കാനുള്ള പൂർണ്ണ അവകാശം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമാണ്. ഇവിടെ സർക്കാരിന് ഒരു റോളുമില്ല എന്നത് വ്യക്തമാണ്. പിന്നെ എന്തിനാണ് ചീഫ് സെക്രട്ടറി IPS ഉദ്യോഗസ്ഥരോട് മാത്രം ഇങ്ങനെ രണ്ടര പക്ഷം കാണിക്കുന്നതെന്ന് ആർക്കും ഇതുവരെ മനസ്സിലാകുന്നില്ല. മന്ത്രി K രാധാകൃഷ്ണൻ പത്തനംതിട്ട കളക്ടറുടെ ഔദ്യോഗിക വസതി സന്ദർശിച്ചപ്പോൾ എടുത്ത ഫോട്ടോ അടുത്തിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഡയറക്ടറായ ദിവ്യ S അയ്യർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് ഏറെ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. കളക്ടറുടെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത് ക്യാമ്പ് ഓഫീസാണ്. ആ ക്യാമ്പ് ഓഫീസ് പ്രവർത്തിക്കുന്നിരിക്കെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ പദവിക്ക് നിരക്കാത്ത പ്രവൃത്തി ചെയ്തു എന്ന വിമർശനം നേരത്തെ IAS ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും IAS ഉദ്യോഗസ്ഥർ പബ്ലിക്കായിട്ട് തന്നെ ആ ഒരു കുറ്റം പ്രകടിപ്പിച്ചതാണ്. സിവിൽ സർവീസ് പരിശീലന കാലയളവിൽ തന്നെ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്തെന്നാൽ മന്ത്രിമാർ ഉൾപ്പെടെ ഏതൊരു വ്യക്തിയായാലും ഷേക്ക് ഹാൻഡ് മാത്രമേ നൽകാൻ പാടുള്ളൂ. അല്ലാതെ മറ്റ് തരത്തിലുള്ള ശാരീരിക സ്പർശനം ഒന്നും തന്നെ പാടില്ല. ഷേക്ക് ഹാൻഡ് നൽകുമ്പോൾ പോലും അപ്പുറത്തുള്ള ആൾ കൈനീട്ടിയാൽ മാത്രമേ ഒരു IAS പരിശീലന കാലയളവ്, അതായത് ഒരു IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് തിരിച്ച് ഷേക്ക് ഹാൻഡ് നൽകാൻ പാടുള്ളൂ. ഈ പാഠങ്ങളെല്ലാം, ഈ ചട്ടലംഘനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ദിവ്യ S അയ്യർ പ്രവർത്തിച്ചത്. ഇത് ഗുരുതര ചട്ടലംഘനമായിട്ടാണ് IAS ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. ദിവ്യ S അയ്യർ നടത്തിയ ഈ ഒരു ചട്ടലംഘനം എന്തുകൊണ്ട് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയായ വേണു ചോദ്യം ചെയ്തില്ല, അല്ലെങ്കിൽ ദിവ്യ S അയ്യരോട് മെമ്മോ ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല? ക്രമസമാധാന ചുമതലയുള്ള MR അജിത് കുമാർ DGPയോടും തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും രേഖാമൂലം അറിയിച്ചതിനു ശേഷവും പ്രോപ്പറായ രീതിയിൽ അനുവാദം വാങ്ങിച്ചതിനു ശേഷമാണ് സിംഗപ്പൂരിലേക്ക് യാത്ര നടത്തിയത്. ലോകസഭയിലെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അവിടെ സർക്കാരിന്, അതായത് പിണറായി വിജയനോ ചീഫ് സെക്രട്ടറിക്കോ ഒരു ഉത്തരവിറക്കാനും പറ്റില്ല. എന്തെങ്കിലും ഉത്തരവിറക്കണമെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദം വേണമെന്നത് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് ചീഫ് സെക്രട്ടറി ഈ IAS IPSമാരോട് ഇങ്ങനെ രണ്ടര പക്ഷം കാണിക്കുന്നത് എന്ന് വ്യക്തമല്ല. ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഇപ്പോൾ ഇതാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചീഫ് സെക്രട്ടറി ഒരു കാര്യം വ്യക്തമാക്കണം. കാരണം പണ്ട് മുതലേ നമ്മുടെ കേരളത്തിൽ IAS IPS തമ്മിലൊരു യുദ്ധം നിലനിൽക്കുന്നുണ്ട്.